നമസ്കാരം, ഇത് IBN മലയാളം. ഓരോ മലയാളിയും ഉറക്കി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയും എന്നാൽ മരണഭയം കൊണ്ട് മനസ്സിൽ അടക്കി വെക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് PV അൻവർ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ധൈര്യം ഈ അൻവറിന് എങ്ങനെ കിട്ടിയെന്ന് പലരും മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടാവും. അൻവർ എന്തൊക്കെ പറഞ്ഞാലും TP ചന്ദ്രശേഖരന്റെ ഗതി അദ്ദേഹത്തിന് വരില്ല. അതിന് കാരണം അദ്ദേഹത്തിന്റെ മതം തന്നെയാണ്. പാർട്ടി അംഗമല്ലാത്തത് കൊണ്ട് CPMന് അദ്ദേഹത്തെ ഒന്നും ചെയ്യാനും കഴിയില്ല. പ്രകോപിപ്പിക്കും തോറും അൻവർ പൂർവാധികം ആർജവത്തോടെ സത്യങ്ങൾ വിളിച്ചു പറയും. PV അൻവറിനെ ഒറ്റയാൻ CPMന് വരുത്തിവെച്ച പ്രതിസന്ധി നിസ്സാരമല്ല. ആളുകൾക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷെ പേടി കൊണ്ടൊന്നും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അൻവർ നിർഭയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ എഴുതി വായിക്കുന്നതെന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി വിചാരിക്കുന്നത് താൻ പറയുന്നതൊക്കെ ജനങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങും എന്നാണ്. ആ കാലമൊക്കെ പോയി. ഇന്ന് ജനങ്ങൾ സ്വന്തമായി ചിന്തിക്കുന്നുണ്ട്. ജനങ്ങളിൽ ഭയം കുത്തിവെച്ച് എല്ലാ കാലവും അവരെ മാനസികമായി അടിമകളാക്കി വെക്കാമെന്നത് ഇക്കാലത്ത് നടക്കാത്ത കാര്യമാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ CPMനൊരു ഷോക്ക് കൊടുത്തു. എന്നാൽ അതിൽ നിന്ന് ആ പാർട്ടിയൊന്നും പഠിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് MV ഗോവിന്ദന്റെ ന്യായീകരണങ്ങൾ. ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ചുറ്റും ന്യായീകരണ വലയം തീർത്ത് അദ്ദേഹത്തെ എന്തോ അപ്രമാദിത്വവും അമാനുഷികതയുമുള്ള ഒരു വമ്പൻ നേതാവും രക്ഷകനുമാണെന്ന് വരുത്തി തീർത്ത് മുന്നോട്ട് പോകാനാണ് CPM തീരുമാനിക്കുന്നതെങ്കിൽ ആ പാർട്ടിയുടെ അന്ത്യം കേരളത്തിലും ആരംഭിച്ചു എന്ന് വേണം പറയാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനാധിപത്യ വിരുദ്ധവും ജനവിരുദ്ധവുമായ മാഫിയ സ്വഭാവമുള്ള പ്രസ്ഥാനമായി പലപ്പോഴും മാറുന്നു. VSന്റെ കാലത്തുള്ള CPM അല്ല ഇപ്പോഴത്തെ CPM. ജനങ്ങളെ വിഡ്ഢികളും ഭീരുക്കളുമാക്കി നിലനിർത്തി സ്റ്റാലിനിസ്റ്റ് സർവാധിപത്യവും എല്ലാ കാലവും നടപ്പാക്കാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്ന് തരിപ്പണമായത്. കേരളത്തിൽ അതിന് നിമിത്തമാകാൻ പോകുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഇത്രയും വെറുക്കപ്പെട്ട മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിലോ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ പോരാട്ടത്തിന് മാത്രം നമ്മൾ PV അൻവറിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.